നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് ഉയർന്നു വന്നതിനു ശേഷം അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന PS പ്രശാന്തിനെ മാറ്റുകയും ആ സ്ഥാനത്ത് K ജയകുമാറിനെ അവരോധിക്കുകയും ചെയ്തു പിണറായി സർക്കാർ. പക്ഷേ PS പ്രശാന്തിൻ്റെ കാലത്തു നടന്ന പല ക്രമക്കേടുകളെക്കുറിച്ചും അന്വേഷണമുണ്ടായില്ല. PS പ്രശാന്തിനെ ചോദ്യം ചെയ്തില്ല. പിന്നീടാണ് പുറത്തു വരുന്നത് കടകംപള്ളി സുരേന്ദ്രനെയും PS പ്രശാന്തിനെയും SIT വളരെ രഹസ്യമായി മൊഴിയെടുക്കാൻ വിളിപ്പിച്ചിരുന്നു എന്നുള്ള കാര്യം. മറ്റുള്ള പ്രതികളെയൊക്കെ ചോദ്യം ചെയ്യാനും മൊഴിയെടുക്കാനും ഒക്കെ വിളിപ്പിക്കുമ്പോൾ മാധ്യമങ്ങളെയൊക്കെ അറിയിച്ച് വലിയൊരു ആഘോഷമാക്കിയായിരുന്നു SITയുടെ പ്രവർത്തനം. പക്ഷേ ഇവരുടെ കാര്യത്തിൽ അതുണ്ടായില്ല. പ്രശാന്തിനെ നമുക്കറിയാം, 2021 തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി നെടുമങ്ങാട് മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് പരാജയപ്പെട്ടയാളാണ് GR അനിലിനോട്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു, കറകളഞ്ഞ കോൺഗ്രസ്സുകാരനായിരുന്നു, എല്ലാവർക്കും സമ്മതനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു, രാഷ്ട്രീയത്തിനു വേണ്ടി പാർട്ടിക്ക് വേണ്ടി എല്ലാം നശിപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു. ആ വ്യക്തിയുടെ മകൻ CP നായരുടെ മകനാണ് PS പ്രശാന്ത്. പക്ഷേ പിന്നീട് 2021 തോൽവിക്ക് ശേഷം പാലോട് രവിയുമായിട്ടൊക്കെയുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് PS പ്രശാന്ത് CPMലേക്ക് വരുന്നത്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു അത്. പ്രശാന്തിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പായിരുന്നു പ്രശ്നം. അതുകൊണ്ടാണ് അദ്ദേഹം ആരുടെയൊക്കെയോ പ്രേരണയ്ക്കോ വഴങ്ങിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ മുൻകൂട്ടി പദ്ധതിയിട്ടതിൻ്റെ പ്രകാരമോ ഒക്കെ CPMലേക്ക് എത്തിയത്. CPMലേക്ക് എത്തി. പിന്നീട് അദ്ദേഹത്തിന് മറ്റേതോ സ്ഥാനം കൊടുത്തു. അതിനുശേഷമാണ് അദ്ദേഹം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് വരുന്നത്. CPMൽ തന്നെ മുതിർന്ന എത്രയോ നേതാക്കളുണ്ട്. അവർക്കാർക്കും കൊടുക്കാതെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ള ഒരു താക്കോൽ സ്ഥാനം കോൺഗ്രസിൽ നിന്ന് മറുകണ്ഠം ചാടി വന്ന PS പ്രശാന്തിന് കൊടുത്തത്. അന്ന് അത് പലർക്കും സംശയമുണ്ടാക്കിയിരുന്നതാണ്. ആരാണ് പ്രശാന്തിൻ്റെ പിന്നിൽ? പ്രശാന്തിനെ ഇങ്ങനെ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവന്നതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്താണ് എന്നൊക്കെ ഒരു സംശയമുണ്ടായിരുന്നു. 6-7 മാസങ്ങൾക്ക് മുൻപ് ഹൈക്കോടതി പുറപ്പെടുവിച്ച ഒരു ഇടക്കാല ഉത്തരവിൽ, SIT സമർപ്പിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പുറപ്പെടുവിച്ച ഒരു ഇടക്കാല ഉത്തരവിൽ ഈ PS പ്രശാന്തിൻ്റെ പങ്കാളിത്തത്തെക്കുറിച്ച് വിശദമായി ഏകദേശം 2.5 പേജോളം ഒരു പരാമർശമുണ്ടായിരുന്നു. ആ പരാമർശം കണ്ട ആർക്കും തോന്നും അടുത്ത ദിവസങ്ങളിൽ പ്രശാന്തിനെ ചോദ്യം ചെയ്യാനോ മറ്റോ വിളിപ്പിക്കുമെന്ന്. പക്ഷേ അതൊന്നും ഉണ്ടായില്ല. പ്രശാന്തിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് അന്നെല്ലാം സർക്കാരും ഒക്കെ സ്വീകരിച്ചത്. എന്നാൽ ഇന്ന് സ്ഥിതി മാറി മറിഞ്ഞിരിക്കുന്നു. UDF സർക്കാർ അധികാരത്തിൽ വന്നു. പക്ഷേ UDF സർക്കാർ അധികാരത്തിൽ വന്നിട്ട് പോലും സാധാരണ നമ്മളൊക്കെ വിചാരിച്ചതുപോലെ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നില്ല. അട്ടിമറിക്കപ്പെടും എന്ന് തന്നെയാണ് പറഞ്ഞു കേൾക്കുന്നത്. ഉയരുന്ന ആരോപണവും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ PS പ്രശാന്തിനെയും മുൻ ദേവസ്വം ബോർഡ് മെമ്പർ അജികുമാറിനെയും ചോദ്യം ചെയ്യലിന് ഹാജരാകാനായി SIT നോട്ടീസ് നൽകിയിരിക്കുകയാണ്. അടുത്ത ആഴ്ചയാണ് ഇവർ ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടത്. ഹൈക്കോടതി അനുമതി ഇല്ലാതെ സ്വർണ്ണപ്പാളികൾ കടത്തി എന്നുള്ളതാണ് ഇവർക്ക് എതിരെയുള്ള കുറ്റം. 2024-2025 കാലയളവിൽ ആണ് ഈ സംഭവം ഉണ്ടായത്. ഈ PS പ്രശാന്തിൻ്റെ ഭരണകാലത്ത് ഹൈക്കോടതിയുടെ അനുമതി ഇല്ലാതെയാണ് സ്വർണ്ണപ്പാളികൾ കടത്തിക്കൊണ്ടു പോകാനായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പ്രശാന്തിൻ്റെ കാലത്ത് അനുമതി നൽകിയത്. ഈ പ്രശാന്തും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള തെളിവുകളൊക്കെ മുമ്പ് പുറത്തു വന്നിരുന്നതാണ്. പക്ഷേ സ്വർണം നഷ്ടപ്പെട്ടിട്ടില്ലെന്നിപ്പോൾ SIT കണ്ടെത്തിയിട്ടുണ്ട്. ചട്ടവിരുദ്ധമാണ് ഇതിൽ നടന്നതെന്നും അതുകൊണ്ട് തന്നെ വിജിലൻസ് അന്വേഷണം മതിയെന്നുമാണ് SIT നേരത്തെ കോടതിയിൽ ആവശ്യപ്പെട്ടത്. എന്നാൽ വീണ്ടും ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രശാന്തിനും അജികുമാറിനും നോട്ടീസ് നൽകി അവരെ വിളിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ CPMൻ്റെ ചില നേതാക്കളുടെ പിന്തുണ PS പ്രശാന്തിനുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും പ്രശാന്ത് CPMൽ വളരെ ശക്തനായിട്ടുള്ള അല്ലെങ്കിൽ CPM നേതാക്കൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളായതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് അവരോധിച്ചതും ഇത്തരമൊരു കേസ് വന്നിട്ട് പോലും അദ്ദേഹത്തെ സംരക്ഷിച്ചു നിർത്തിയതും. പ്രശാന്തിനെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനോ പാടില്ല എന്നുള്ള ഒരു സമ്മർദ്ദം ഒരു പക്ഷേ SITക്ക് ഉണ്ടായിരിക്കാം. കാരണം ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ പ്രശാന്തിനെ കുറിച്ച് വളരെ രൂക്ഷമായിട്ടുള്ള പരാമർശങ്ങൾ 2.5 പേജോളം ഉണ്ടായിരുന്നിട്ടും SIT അത് കണക്കിലെടുത്തില്ല എന്നുള്ളതാണ്. അവിടെ സമ്മർദ്ദം ചെലുത്തിയാൽ നടക്കില്ല അല്ലെങ്കിൽ സമ്മർദ്ദത്തിന് വഴങ്ങില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്ത സാഹചര്യം നമുക്കറിയാം. കേസ് ഉയർന്നു വന്ന് താൻ അറസ്റ്റിലാകപ്പെടും എന്ന് ഉറപ്പായതിനു ശേഷമാണ് ശങ്കർദാസിന് പക്ഷാഘാതം വന്നത്. കേസിൻ്റെ തുടക്കത്തിലൊക്കെ വളരെ ഊർജ്ജസ്വലനായി ന്യായീകരിച്ചിരുന്ന ആളാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ശങ്കർദാസ്. അദ്ദേഹത്തിൻ്റെ മകൻ ഹരിശങ്കർ IPS ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാത്തത് എന്നുള്ള ഒരു വാദമൊക്കെ ഉയർന്നിരുന്നു. പിന്നീട് പക്ഷാഘാതം വന്ന് കിടപ്പിലാണ് എന്ന് പറഞ്ഞ് തിരുവനന്തപുരം അനന്തപുരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. പക്ഷേ കോടതി വടിയെടുത്തതോടെ SITക്ക് ഇടപെടേണ്ടി വന്നു. SIT തൂക്കിയെടുത്ത് നേരെ മെഡിക്കൽ കോളേജിലേക്ക് ഇട്ടു. മെഡിക്കൽ കോളേജിൽ കുറേ ദിവസം കഴിഞ്ഞതിന് ശേഷം ജയിലിലേക്ക് ഇട്ടു. പിന്നീട് സ്വാഭാവിക ജാമ്യം നേടി അദ്ദേഹം പുറത്തിറങ്ങി
പുറത്തിറങ്ങുകയും ചെയ്തു. ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവും ശ്രീകുമാറും അടക്കമുള്ള എല്ലാവരും ജയിലിലേക്ക് പോവുകയും പിന്നീട് അവരൊക്കെ സ്വാഭാവിക ജാമ്യം നേടി, കുറ്റപത്രം SIT 90 ദിവസത്തിനകം സമർപ്പിക്കാത്തത് കൊണ്ട് തന്നെ അവരൊക്കെ സ്വാഭാവിക ജാമ്യം നേടി പുറത്തിറങ്ങുകയും ചെയ്തു. പക്ഷേ അപ്പോഴൊക്കെ ഈ കടകംപള്ളിയും PS പ്രശാന്തുമൊക്കെ രക്ഷപ്പെട്ടു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇന്ന് സ്ഥിതി മാറിയിരിക്കുന്നു. അതുമാത്രമല്ല, ഇനി സ്വർണ്ണക്കൊള്ള കേസിൻ്റെ ചുവട് പിടിച്ചാണ്, അല്ലെങ്കിൽ സ്വർണ്ണക്കൊള്ള കേസ് ഒരു പ്രചാരണായുധമാക്കിയാണ് UDF അധികാരത്തിൽ വന്നത്. ഇനി UDF ഈ സ്വർണ്ണക്കൊള്ള കേസിൽ അട്ടിമറി കാണിക്കുകയാണെങ്കിൽ അടുത്ത പണി എന്തായാലും കേരളത്തിലെ ജനങ്ങളും വിശ്വാസികളും UDFന് കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അങ്ങനെ വരുമ്പോൾ കോടതി കൂടി ഇടപെട്ട സാഹചര്യത്തിൽ നോട്ടീസ് അയച്ച് വിളിപ്പിച്ചിരിക്കുന്ന പ്രശാന്തിൻ്റെ അറസ്റ്റിലേക്ക് ഇനി അടുത്ത നടപടി നീളും എന്നാണ് പുറത്തു വരുന്ന സൂചനകൾ.